അതുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേര് മാത്രം ഞാൻ പറയുന്നു. അദ്ദേഹം ഇവർക്ക് എത്തിച്ച് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടക്കും നമ്മൾ മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ ആശംസ പറയുന്നതിന് നമ്മുടെ സെക്രട്ടറി ചന്ദ്രകുറുപ്പ്, അതുപോലെ എപ്പോൾ ജീവിനായ വിഷ്ണുമോഹൻ, തിരുവിതാംകൂറം, ശിവൻകുട്ടി തുടങ്ങിയെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പേര് ഞാൻ പ്രതിപാദിക്കുന്നില്ല. എല്ലാവരെയും ഓർത്തുകൊണ്ടും എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞാൽ ആഗ്രഹിച്ചുകൊണ്ടും എല്ലാവർക്കും ഞാൻ പങ്കെടുത്തതിന് ഞാൻ നന്ദി പറയുന്നു. ഞാനത് സ്വാതന്ത്ര്യമുള്ളതൊക്കെ ഞാൻ പറയുന്നില്ല. ആദ്യമായിട്ട് നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഉദ്ഘാടനം ചെയ്തതിന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. വളരെയധികം പരിപാടികളാണ് ആദ്യം തന്നെ ഈ പരിപാടി വെച്ചത്. പിന്നെ ഞങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാനുണ്ടായിരുന്നത് ഇപ്പം ഞാൻ പറയുന്നില്ല. നമ്മുടെ കുടിക്കടവിനെ പറ്റിയുള്ള നാട്ടുകാർക്ക് ഒരു അഭിപ്രായമുണ്ട്. അത് പിന്നീട് നേരിട്ട് പറഞ്ഞ് നമുക്ക് ആ പരിപാടി നടത്തിപ്പിക്കാൻ ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. ഇവിടെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഗുരു കഷായിതം അലസനിമീഷം രജനീതനിജ ഗുരു കഷായിതം അലസനിമീഷം വകതിയനുരം അനുരാഗവിവൽസ്ഫുടം പുതിധരസാരിണീഷം യാഹി മാധവ യാഹി കേശവ മാമദ കൈതവഭാരം താമനുസര സരസീരുതലോചനം യാദവഹരി വിശാലം. ഈശ്വരാപദം കണ്ടു കൈതൊഴണം കൃപ പത്മനാഭരീശം കാണുവാൻ നമുക്കുണ്ടൊരാഗ്രഹമീശ്വരാപദം കണ്ടു കൈതൊഴണം തുണ പത്മനാഭരീശം കാണുവാൻ നമുക്കുണ്ടൊരാഗ്രഹമീശ്വരാപദം
വിശിഷ്ടവ്യക്തികളെ ദീർഘകാലം ഈ ക്ഷേത്രത്തെ മുന്നോട്ട് നയിച്ച ശ്രീ മാധവൻ നായരുടെ നിര്യാണത്തിന് തുടർന്ന് നമ്മളൊരു വിപുലമായൊരു ചടങ്ങ് മാറ്റിവെച്ച് അതേ സമയത്ത് തന്നെ ഇവിടെ രാമായണം ചെല്ലാമെന്ന കുട്ടികൾക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കാനാണ് ക്ഷേത്ര ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇന്നത്തെ തലമുറയിൽപ്പെട്ട കുട്ടികളെ രാമായണം ഉൾപ്പെടെയുള്ള മതഗ്രന്ഥങ്ങൾ വായിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ക്ഷേത്രം ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് രാമായണം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു മതഗ്രന്ഥമാണ്. അതിനെ മതഗ്രന്ഥം എന്ന് മാത്രം വിളിച്ചുകൂടാ. ഒരു വ്യക്തി സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ രാമായണത്തിലുണ്ട്. ഒരു മകന് പിതാവിനോടുള്ള കടമ, ഭർത്താവിന് ഭാര്യയോടുള്ള കടമ, അതുപോലെ ഭരണകർത്താവ് എങ്ങനെയായിരിക്കും, ഈ 3 കാര്യങ്ങളിലും രാമായണം നൽകുന്ന സന്ദേശം അത് ഈ സമൂഹത്തിൻ്റെ സന്ദേശം. മറ്റു തരത്തിൽ പറഞ്ഞാൽ ഒരു ഭരണകർത്താവ് പ്രജകളുടെ ഇംഗിതത്തിനനുസരിച്ച് ഭരിക്കുന്ന വ്യക്തിയായിരിക്കണം. അതാണ് രാമായണത്തിലെ ഒരു പ്രധാന സന്ദേശം എന്ന് പറയുന്നത്. അതായത് ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ രാജാവിൻ്റെ കുടുംബത്തിനെ കുറിച്ച് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു. അതിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അങ്ങനെയുള്ളവരുടെ സംശയങ്ങൾ നീക്കം ചെയ്യാനാണ് ശ്രീരാമൻ ശ്രമിച്ചത്. അതായത് ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ രാജാവിനെതിരെ രാജകുടുംബത്തിനെതിരെയോ എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ തല കൊയ്യുന്നൊരു കാലത്താണ്. രാജാവ് അങ്ങനെയല്ല, ജനങ്ങൾ പറയുന്നതനുസരിച്ച് ഭരിക്കാൻ രാജാവ് ബാധ്യസ്ഥനാണ് എന്നുള്ള സന്ദേശം നൽകുന്നത്. അത് ഇന്നത്തെ കാലഘട്ടത്തിന് വളരെ പ്രസക്തിയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരകാലത്ത് പറഞ്ഞത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ ഇവിടെ രാമരാജ്യമായിരിക്കണം. അന്ന് ചിലരൊക്കെ ഭയങ്കരമായിട്ട് വിമർശിച്ചു. എന്താ ഗാന്ധിജി പറയുന്നത് ഹിന്ദു രാഷ്ട്രമാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഗാന്ധിജി അങ്ങനെയല്ല. ശ്രീരാമൻ്റെ പോലെ നിഷ്പക്ഷനായ ഒരു ഭരണകർത്താവ് അതായിരിക്കണം സ്വതന്ത്ര ഭാരതത്തിൽ ഉണ്ടാവേണ്ടത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതാണ് രാമരാജ്യം എന്ന് പറയാൻ. രാമരാജ്യം എന്ന് പറയുമ്പോൾ പ്രജകളുടെ ഗീതത്തിനും പ്രജകളുടെ അഭിപ്രായങ്ങൾക്കും അനുസരിച്ചാണ് ഒരു ഭരണകർത്താവ് ഭരണം നയിക്കേണ്ടത് എന്നുള്ള സന്ദേശം. അതുകൊണ്ടാണ് മറ്റു ഗ്രന്ഥങ്ങളെക്കാൾ രാമായണത്തിൻ്റെ ഒരു പ്രസക്തി അതാണ്. പ്രാക്ടിക്കലായ ഒരു ഭരണകർത്താവ് ചെയ്യേണ്ട പ്രാക്ടിക്കലായ സന്ദേശം. അതുപോലെ തന്നെ മകന് അച്ഛനോടുള്ള കടമ. സിംഹാസനം അടുത്ത് വന്നിട്ട് പോലും പിതാവ് മുമ്പ് തൻ്റെ മാതാവിന്, അതായത് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഭാര്യയ്ക്ക് നൽകിയ ഒരു വാക്ക്, സത്യത്തിൽ ആ വാക്കും കൈകേയി ആവശ്യപ്പെട്ട അവരുമായിട്ട് വലിയ ബന്ധമില്ല. കൈകേയി ജനിക്കുന്ന ഒരു മകന് രാജ്യം നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ അത് ശ്രീരാമന് കാട്ടിലേക്ക് അയക്കണം എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ അങ്ങനെ 2 വരം ഭാര്യ ആവശ്യപ്പെട്ടപ്പോൾ ഭാര്യയ്ക്ക് കൊടുത്ത വരമാണെങ്കിലും ഭർത്താവിന് അതിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ദശരഥന് അവിടെ ഒരു സൈലന്റ് കഥാപാത്രമായി നിൽക്കേണ്ടി വന്നത്. ഭാര്യയുടെ ആവശ്യം അംഗീകരിക്കാതെ നിർത്തിയില്ല, സത്യം ചെയ്തു പോയി. അപ്പം സത്യം പാലിച്ചത് ഭർത്താവ് ഭാര്യയോട് നടത്തിയ പ്രതിജ്ഞ. 2 മകൻ അച്ഛനോട് ചെയ്യുന്ന കടമ. ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്ന പ്രതിജ്ഞയാണെങ്കിൽ ഇത് മകൻ അച്ഛനോട് ചെയ്യുന്ന കടമയാണ് ശ്രീരാമൻ്റെ വനവാസം എന്ന് പറയുന്നത്. അതാണ് ദശരഥനെ കണ്ട് ഈ കാട്ടിലേക്ക് വേണ്ട തയ്യാറെടുപ്പുമായി ശ്രീരാമൻ കൗസല്യയുടെ, തൻ്റെ മാതാവായിട്ടുള്ള കൗസല്യയുടെ അടുത്ത് പോയപ്പോൾ കൗസല്യ വേഗം ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുകയാണ്. അതിന് പിറ്റേന്ന് രാജാവാണ് നമ്മൾ. ഇപ്പോഴാണ് പറഞ്ഞത്, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിന് പോകണം. ഉൽപ്പാട് ഏകയാം അമ്മയ്ക്ക് മൽപിത നൽകിയ വരങ്ങൾ. ഒന്നു ഭരതനെ വാഴിക്കുക എന്നതും എന്നെ വനത്തിന് അയക്കുന്ന മറ്റത്. തത്ര 14 സംവത്സരം വസിച്ച് അത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ എന്നുള്ള വാചകം തന്നെ എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്.
ഇപ്പം മുമ്പൊക്കെ ഞങ്ങൾക്ക് മലയാളത്തിൽ പദ്യ രൂപേണ ഇതൊക്കെ പഠിച്ചിരുന്നു. ആ കാലത്തുള്ള ഓർമ്മയുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ പദ്യമൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മലയാളം പഠിക്കണം തന്നെ നിർബന്ധമില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ് ആ കുഞ്ഞുങ്ങൾക്ക് ഇതിൽ പരിജ്ഞാനം നൽകാനുള്ള അവരെ പ്രോത്സാഹിപ്പിക്കുക. രാമായണ മത്സര പരമ്പര എന്ന് പറഞ്ഞാൽ രാമായണത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കുട്ടികളെ പ്രേരിപ്പിക്കുകയാണ്. ഇത് നല്ലൊരു സംരംഭമാണ്. പക്ഷെ നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തിലെ ചുരുക്കുകയാണ്. ഏതായാലും എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും അഡ്വാൻസായി ഓണാശംസകൾ കൂടെ നടന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായി നമസ്കാരം. രണ്ടു പേർക്ക് സംസാരിക്കാൻ വേണ്ടി പാങ്ങോട് വാർഡ് കൗൺസിലർ വിഷ്ണുമോഹനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട ക്ഷേത്ര സെക്രട്ടറി ശശിധരൻ കുറുപ്പ്, ഫൗണ്ടേഷൻ ചെയർമാൻ ശ്രീ മട്ടുൽക്കാവ് സർ, ബഹുമാനപ്പെട്ട MLA ആരോഗ്യമന്ത്രിയുമായ ശ്രീ K. മുരളീധരൻ സർ, കൽപ്പൂർ G. രവീന്ദ്രൻ സർ, B. രഘുരാധാപിള്ള സർ, B. ശിവൻകുട്ടി സർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ക്ഷേത്ര സ്വാഗതം പറഞ്ഞ സെക്രട്ടറി തന്നെ പറഞ്ഞു, നമ്മുടെ ദീർഘകാലം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭരണം കൈകാര്യം ചെയ്തിരുന്ന ബഹുമാനുണ്ടാകുന്ന മാധവൻ നമ്മുടെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ വളരെ ലഘുവായിട്ട് നമുക്ക് ഈ പരിപാടി നടത്തണമെന്ന് അദ്ദേഹം ബന്ധപ്പെട്ട് പറഞ്ഞു. വേറെ ഒന്നുമില്ല, ഈ ഫൗണ്ടേഷന് എല്ലാവിധ ഭാവങ്ങളും കൂടുതൽ കുട്ടികൾക്ക് സഹായം ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി ആദരിക്കൽ ചടങ്ങ്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് ദിവസം മന്ത്രി K. മുരളീധരൻ സാറിന് പൊന്നാട അണിയിച്ച് ചെയർമാൻ ആദരിക്കുന്നതാണ്. പാങ്ങോട് വാർഡ് കൗൺസിലറെ ചെയർമാൻ ആദരിക്കുന്നത്. സെക്രട്ടറിയൊക്കെ ഞാൻ ശരി, കാരണം